മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി പുത്തരിക്കൽ ബഷീർ കയുടെ വീടിന് മുമ്പിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇന്നലെ വൈകുന്നേരം ബഷീർ കയുടെ മോള് പ്രിയപ്പെട്ട ഹാദി റുഷ്ദ +1 രണ്ടാമത് അലോട്ട്മെൻറ്റ് വന്ന ദിവസം അത്യാവശ്യം നല്ല മാർക്കിൽ പാസ്സായിട്ടും സീറ്റ് കിട്ടാത്ത മനപ്രയാസത്തിൻ്റെ പുറത്ത് ആത്മഹത്യ ചെയ്തൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ രാത്രി മലയാളക്കര നെട്ടി വിറച്ചത്. നമുക്ക് ആ വിഷയത്തിൻ്റെ ഉള്ളറയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ആളുകളെ അഭിമുഖീകരിക്കാൻ പോലും കഴിയാത്ത വണ്ണമുള്ളൊരു പ്രയാസത്തിലാണ് അപ്പോൾ അവരുള്ളത്. മലപ്പുറം ജില്ലയിൽ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് പുറത്തു വന്നപ്പോഴും 32,239 കുട്ടികൾക്ക് +1 പഠിക്കാൻ സീറ്റില്ലാത്തൊരു പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും മലപ്പുറം ജില്ലയിലെ ഓരോ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വലിയ ആശങ്കയോട് കൂടിയാണ് ഓരോ അലോട്ട്മെൻറ്റിനെയും നോക്കിക്കാണുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴും ഇത്രയും കുട്ടികൾ പുറത്തു നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഞങ്ങൾക്ക് ഉത്തരവാദിത്വബോധത്തോടു കൂടി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് ആവശ്യപ്പെടാനുള്ളത് ഗവൺമെൻറ് ഈ വിഷയത്തിലുള്ള നിസ്സംഗതയാണ് ഈ വിഷയത്തെ ഇത്രമേൽ ആഴത്തിൽ പ്രയാസത്തിലാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പിണറായി സർക്കാരിനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇനി എത്ര കുട്ടികളെ ബലിയാടാക്കിയാലാണ്, ബലി കൊടുത്താലാണ് മലപ്പുറത്തെ കുട്ടികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ നിങ്ങൾ സന്നദ്ധമാകുക എന്ന ചോദ്യമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് ചോദിക്കാനുള്ളത്. ഈ വിഷയത്തെ ഇനി മലപ്പുറത്തെ ഒരു കുട്ടിയുടെയും കണ്ണീരിനെ, ഒരു കുടുംബത്തിൻ്റെയും പ്രയാസത്തെ നോക്കി നിൽക്കാൻ മലപ്പുറം ജില്ലയിലെ പൗരന്മാർ സന്നദ്ധമല്ല എന്നാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ഓർമ്മപ്പെടുത്താനുള്ളത്. വളരെ ശക്തമായിട്ടുള്ള ഈ വർഷം 1.5 പതിറ്റാണ്ട് കാലമായി ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയത്തിൽ ഈ വർഷം ഒരു പരിഹാരമുണ്ടാക്കുന്നില്ലെങ്കിൽ ഹാദി റുഷ്ദ മോളുടെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഗവൺമെൻറ്റിനെ കൊണ്ട് മറുപടി പറയിച്ചിട്ടേ ഇനി ഒരു ഹാദി റുഷ്ദ മലപ്പുറം ജില്ലയിൽ നിന്നോ മലബാറിൽ നിന്നോ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാക്കിയിട്ടേ മലപ്പുറത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും രക്ഷിതാക്കളും ഇനി സമരരംഗത്തു നിന്ന് പിന്മാറൂ എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത്. അതുകൊണ്ട് ഭരണകൂടം സത്വരമായ നടപടി സ്വീകരിച്ച് മലപ്പുറത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനെ പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും രക്ഷിതാക്കളും മുന്നോട്ട് പോകും എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ ഗൗരവത്തിലുള്ള ഒരു കുട്ടിയുടെയും മാനസികമായ നിലയെ തെറ്റിക്കാത്ത ഒരു സാഹചര്യവും 10ാം ക്ലാസ് പാസ്സാകുന്ന മുഴുവൻ കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നൊരവസ്ഥ മലപ്പുറം ജില്ലയിലും കേരളത്തിലും മലബാറിലും സംജാതമാക്കാൻ ഒരു ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി ഒരു കുട്ടിയുടെയും രക്തത്തിനെ കാത്തു നിൽക്കുന്നൊരവസ്ഥ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവരുത്. സത്യത്തിൽ ഇതൊരു ഭരണകൂട കൊലപാതകമാണ്. മലബാർ വിവേചന സമരത്തിലെ രക്തസാക്ഷിയാണ് ഹാദി റുഷ്ദ എന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് പറയാനുള്ളത്. ഭരണകൂടത്തിനൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. ഭരണകൂടം രൂപപ്പെടുത്തിയ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മരണം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു കേവലമായിട്ടുള്ള ആത്മഹത്യയല്ല, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഒരു ഗവൺമെൻറ്, ഒരു ഭരണകൂട ഭീകരത ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു കൊലപാതകമായിട്ടാണ് ഇതിനെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ തന്നെ ഈ സമരത്തെ ഞങ്ങൾ ശക്തിപ്പെടുത്തുമെന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്.